കഴക്കൂട്ടത്ത് കാണാതായ തസ്മിത് തംസം എന്ന 13 വയസ്സുകാരി അതേ ട്രെയിനിൽ തന്നെ ചെന്നൈക്ക് പോയി എന്നാണ് ഏറ്റവും ഒടുവിലുള്ള നിഗമനം. ഐലൻഡ് എക്സ്പ്രസ് കന്യാകുമാരിയിലെത്തി തിരികെ പോകുന്നത് ചെന്നൈ എഗ്മൂറിലേക്കാണ്. കന്യാകുമാരിയിലെത്തിയ ശേഷം റെയിൽവേ സ്റ്റേഷനിൽ ഒരു തവണ പുറത്തിറങ്ങിയ പെൺകുട്ടി തിരികെ അതേ ട്രെയിനിൽ കയറിയത് CCTV ദൃശ്യങ്ങളിൽ കേരള പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. ഒരു തവണ തീവണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി വെള്ളം ശേഖരിച്ച ശേഷം കുഞ്ഞ് അതേ തീവണ്ടിയിലേക്ക് കയറുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ടർ പുറത്തുവിടുന്നത്. ഈ തീവണ്ടി ബംഗളൂരുവിൽ നിന്നും കന്യാകുമാരിയിലെത്തി എഗ്മൂറിലേക്ക് പോകുന്നത് ചെന്നൈ എഗ്മൂർ കേപ്പ് ചെന്നൈ എഗ്മൂർ ട്രെയിനായിട്ടാണ്. ഈ കുഞ്ഞ് അതേ തീവണ്ടിയിൽ തന്നെ ചെന്നൈയിലേക്ക് പോയി എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. കുട്ടി കന്യാകുമാരിയിൽ എത്തിയിട്ടുണ്ട് എന്നും കന്യാകുമാരിയിൽ നിന്ന് അതേ ട്രെയിനിലേക്ക് തിരികെ കയറിയിട്ടുണ്ട് എന്നും ഈ ചിത്രങ്ങളിലൂടെ വ്യക്തവുമാണ്. ഞങ്ങളുടെ പ്രതിനിധി TV പ്രസാദും ഒപ്പം R റോഷിപാലും സുനിഷ അയ്യലൂരും ഉമേഷും ദിലീപ് ദേവസയും അടക്കമുള്ള വാർത്താസംഘം തുടർച്ചയായി കുഞ്ഞിനെ ഈ തിരയുന്ന പ്രോസസ്സിലായിരുന്നു, പ്രക്രിയയിലായിരുന്നു. കഴക്കൂട്ടം മുതൽ കന്യാകുമാരി വരെ റിപ്പോർട്ടറിൻ്റെ വാർത്താസംഘം ഇന്നത്തെ വാർത്താപ്പകൽ സഞ്ചരിച്ചു. ഒരുപാട് മനുഷ്യരോട് ഈ ഫോട്ടോ ചൂണ്ടിക്കാട്ടി കുട്ടിയെ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ, കുട്ടിയെ കണ്ടിട്ടുണ്ടോ എന്ന വിവരം ആരായുകയും ചെയ്തു. ഒടുവിൽ ഈ ദൃശ്യങ്ങൾ നമുക്ക് എത്തിക്കുന്നത് TV പ്രസാദാണ്, തിരുവനന്തപുരത്ത് കന്യാകുമാരിയിൽ നിന്നും. TV പ്രസാദ്, ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന ഈ ദൃശ്യങ്ങളിൽ ഒന്ന് വ്യക്തമാണ്. കുഞ്ഞ് കന്യാകുമാരിയിൽ എത്തിയിട്ടുണ്ട്. കന്യാകുമാരിയിൽ നിന്ന് അതേ തീവണ്ടി ചെന്നൈ എഗ്മൂറിന് പോകുമ്പോൾ ചെന്നൈ എഗ്മൂറിലേക്ക് കുട്ടി പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി അറിയേണ്ടത്, കുട്ടി കന്യാകുമാരി മുതൽ ചെന്നൈ എഗ്മൂർ വരെയുള്ള യാത്രയിൽ ഏതെങ്കിലും സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ടോ എന്നാണ്. അവിടെയുള്ള CCTVകൾ ശേഖരിച്ചാൽ മാത്രമേ നമുക്കറിയൂ. എന്താണ് പോലീസിന്റെ അടുത്ത നീക്കം? കേരള പോലീസ് ചെന്നൈയിലേക്ക് പുറപ്പെട്ടു എന്നാണ് അറിയുന്നത്. റിപ്പോർട്ടർ വാർത്താ സംഘവും പുറകെ തന്നെയുണ്ട്. എന്താണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം? TV പ്രസാദ്. അരുൺ, ഇന്ന് പുലർച്ചയ്ക്ക് 4:30 കുട്ടി ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഫോട്ടോ ബബിത എന്ന് പറയുന്ന വിദ്യാർത്ഥി എടുത്തയച്ച് പോലീസിന് അയച്ചതോടുകൂടിയാണ് കുട്ടി ട്രെയിനിൽ കയറിയിട്ടുണ്ട് എന്ന നിർണായക വിവരം പോലീസിന് കിട്ടുന്നത്. അതുവരെ കഴക്കൂട്ടം കേന്ദ്രീകരിച്ചുള്ള CCTV കേന്ദ്രീകരിച്ചായിരുന്നു പോലീസിൻ്റെ അന്വേഷണം നടന്നിരുന്നത്. അതിനുശേഷം ആ ഫോട്ടോ കിട്ടിയതോടുകൂടി അപ്പോൾ തന്നെ പോലീസ് സംഘം കന്യാകുമാരിയിലേക്ക്, ഞാനിപ്പോൾ നിൽക്കുന്ന കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലേക്ക് പുറപ്പെടുകയായിരുന്നു. അതിൻ്റെ കൂടെ റിപ്പോർട്ടർ വാർത്താ സംഘവും ഉണ്ടായി. രാവിലെ 7:30 തന്നെ ഇവിടെ എത്തി. ഇന്നലെ ട്രെയിൻ വന്നു നിന്ന രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ ആദ്യം പരിശോധന നടത്തി, ട്രെയിനുകളിലും പരിശോധന നടത്തി. ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീടുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം എന്ന് പറയുന്നത്, രാവിലെ 5:25 റെയിൽവേ സ്റ്റേഷന് തൊട്ടുപുറത്ത് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ കുട്ടിയെ കണ്ടു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്കുള്ള CCTVകൾ പരിശോധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞ് 16 CCTV ക്യാമറകളും അരിച്ച് പരിശോധിച്ചു. കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തു. അതിനിടയിലാണ് തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുട്ടി ഇറങ്ങുകയും അവിടെ വെള്ളം കുടിക്കാൻ വേണ്ടി ഇറങ്ങി അകത്തേക്ക് കയറുന്ന ദൃശ്യം നമുക്ക് കിട്ടുകയും ചെയ്യുന്നത്, RPFന് കിട്ടുകയും ചെയ്യുന്നത്. അപ്പോൾ സ്ഥിരീകരിക്കുകയാണ് കുട്ടി അവിടെ വരെ എത്തിയിട്ടുണ്ട്. പിന്നീട് വിശദമായി വീണ്ടും പരിശോധിച്ചപ്പോഴാണ് 3:53 കുട്ടി നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പുറത്തേക്ക് ഇറങ്ങുകയും അകത്തേക്ക് കയറുകയും ചെയ്യുന്നത്. പിന്നീടുണ്ടായ ഒരു ടാസ്ക് എന്ന് പറയുന്നത് 5:53 അതായത് 6 മണിയോടുകൂടിയാണ് വണ്ടി പുറപ്പെട്ടത്. ഈ 2 മണിക്കൂറിനിടയിൽ കുട്ടി വീണ്ടും പുറത്തിറങ്ങി പോയിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് ഈ 2 മണിക്കൂർ തന്നെ പരിശോധിക്കുകയാണ്. അങ്ങനെ സ്ഥിരീകരിക്കുന്നു. ഇവിടെ നിന്ന് കന്യാകുമാരിയിൽ നിന്ന് ചെന്നൈ എഗ്മോർ എക്സ്പ്രസ്സായി പോകുന്ന ട്രെയിനിൽ തന്നെ കുട്ടി പുറപ്പെട്ടു എന്നതാണ്. അരുൺ ചോദിച്ച ചോദ്യമാണ് അവിടെ ബാക്കിയാവുന്നത്. കുട്ടി ചെന്നൈയിലേക്ക് എത്തിയോ അതല്ല വഴിയിൽ എവിടെയെങ്കിലും ഇറങ്ങിയോ എന്നുള്ളതാണ്. അതിന് പിറകെയാണ് ഇനി അന്വേഷണം. റിപ്പോർട്ടർ വാർത്താ സംഘവും അരുൺ പറഞ്ഞത്
എത്തിച്ചതുപോലെ വളരെ നിർണായകമായ ഒരു ദൃശ്യമാണ് ഇപ്പോൾ റിപ്പോർട്ടർ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. TV പ്രസാദ്, ആ ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ്. ആ കുഞ്ഞ് യാത്ര ചെയ്തിരുന്ന ഐലൻഡ് എക്സ്പ്രസ്സിലെ കമ്പാർട്ട്മെന്റിൽ നിന്നിറങ്ങി കന്യാകുമാരിയിലെ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി വെള്ളം ശേഖരിക്കാൻ പോയി. വെള്ളവും ശേഖരിച്ച് ആ കുഞ്ഞ് തിരിച്ച് അതേ കമ്പാർട്ട്മെന്റിലേക്ക് കയറുന്നുണ്ട്. അതായത് ഈ തീവണ്ടി പിന്നീട് മറ്റൊരു ദൃശ്യത്തിലും കുഞ്ഞ് പുറത്തിറങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. മറുവശത്തൂടെ കുഞ്ഞ് പുറത്തിറങ്ങാനുള്ള സാധ്യതയുമില്ല. ഇനി എഗ്മോർ എക്സ്പ്രസ്സിലേക്ക് കുഞ്ഞ് കയറിയിട്ടുണ്ട്. അതായത് ഐലൻഡ് എക്സ്പ്രസ് എഗ്മോർ എക്സ്പ്രസ് ആയിട്ട് അവിടെ നിന്ന് ചെന്നൈക്ക് പോകും. കന്യാകുമാരിയിൽ നിന്ന് ചെന്നൈക്ക് പോകുമ്പോൾ ആ തീവണ്ടിയിൽ കുഞ്ഞ് യാത്ര തുടർന്നിട്ടുണ്ടാവാം എന്നതാണ് പോലീസിന്റെ നിഗമനം. ഈ ദൃശ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. റിപ്പോർട്ടർ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ദൃശ്യങ്ങൾ വളരെ വളരെ നിർണായകവുമാണ് ഈ കേസിന്റെ അന്വേഷണത്തിൽ. ഇതുവരെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖയായി മാറുന്നത് ഈ കുഞ്ഞ് കന്യാകുമാരിയിൽ ഇറങ്ങിയിരിക്കുന്ന ഈ ദൃശ്യങ്ങൾ. റിപ്പോർട്ടർ ഇപ്പോൾ പുറത്തുവിടുന്ന ദൃശ്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യങ്ങൾ. TV പ്രസാദാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. റിപ്പോർട്ടിൽ കാണുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ആ കുഞ്ഞിനെ നമുക്ക് കാണാം. വെള്ളം ശേഖരിക്കാൻ വേണ്ടി കുഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നു. അതിനുശേഷം കുഞ്ഞ് അതേപടി അവിടെ നിന്ന് തിരിച്ചു വീണ്ടും കമ്പാർട്ട്മെൻറ്റിലേക്ക് കയറുന്നതായും ദൃശ്യങ്ങളിലുണ്ട്. പക്ഷേ ഇതിനുശേഷം കുഞ്ഞിൻ്റെ ദൃശ്യങ്ങൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിച്ച CCTV ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടിരിക്കുന്നത്. ഇനി അറിയേണ്ടത് കന്യാകുമാരിയിൽ നിന്ന് ചെന്നൈ വരെയുള്ള യാത്രക്കിടയിൽ ഈ കുട്ടി മറ്റേതെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ടാകുമോ, അതല്ല ചെന്നൈ എഗ്മൂറിലേക്ക് കുട്ടി എത്തിയിട്ടുണ്ടാകുമോ എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പുലർച്ചെ തന്നെ കുട്ടി ചെന്നൈ എഗ്മൂറിൽ എത്തിയിട്ടുണ്ട്. ചെന്നൈ എഗ്മൂർ പോലെ ചെന്നൈ പോലെ ഒരു വിശാല നഗരത്തിൽ എവിടെയാണ് ഈ കുട്ടി അന്വേഷിക്കുക എന്നത് വലിയ ചോദ്യചിഹ്നമാണ്. ഋഷിപാൽ, ഇപ്പോൾ കൂടുതൽ സങ്കീർണമാവുകയാണ്. കന്യാകുമാരി പോലെ ഒരു നഗരമല്ല. ചെന്നൈ എഗ്മൂറിലേക്ക് കുഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ അതിനിടയിൽ പല സ്റ്റേഷനുകൾ ഉണ്ടാവാം. കുഞ്ഞ് നേരത്തെ നാഗർകോവിൽ ഇറങ്ങിയതിൻ്റെ CCTV ദൃശ്യങ്ങളിൽ നമുക്ക് ലഭിച്ചു. ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്ന ഏറ്റവും ഒടുവിലത്തെ ചിത്രം എന്ന് പറയുന്നത് കന്യാകുമാരിയിലെ ചിത്രമാണ്. അങ്ങനെയാണെങ്കിൽ കന്യാകുമാരി മുതൽ ചെന്നൈ എഗ്മൂർ വരെയുള്ള സ്റ്റേഷനുകളിൽ എവിടെയെങ്കിലും ഈ കുട്ടി ഇറങ്ങാനുള്ള സാധ്യതയില്ലേ? 2, ഈ കുട്ടി ചെന്നൈ എഗ്മൂറിലാണ് ഇറങ്ങിയിരിക്കുന്നതെങ്കിൽ ഇന്ന് പുലർച്ചെ തന്നെ കുട്ടി ചെന്നൈ എഗ്മൂറിൽ എത്തിയിട്ടുണ്ടാവും. ചെന്നൈ പോലെയൊരു നഗരത്തിൽ ഇനി ഈ കുട്ടിയെ കണ്ടെത്തുക അത്ര എളുപ്പമാണോ ഋഷി? അരുൺകുമാർ, പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടാണ്. എങ്കിൽ പോലും പോലീസിൻ്റെ 5-അംഗ സംഘം തിരുവനന്തപുരത്ത് നിന്നും ഈ വിവരം ലഭിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ ചെന്നൈയിലേക്ക് തിരിച്ചു. അവർ പ്രതീക്ഷയുണ്ട്. അതിനൊപ്പം തന്നെയാണ് RPF ഈ സ്റ്റേഷനുകൾ, ഈ ചെന്നൈ എഗ്മോർ സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ കടന്നു പോകുന്ന പോലീസ് ഈ റെയിൽവേ സ്റ്റേഷനുകളിലെ CCTV ദൃശ്യങ്ങൾ മുഴുവൻ പരിശോധിക്കാനുള്ള നിർദ്ദേശം നൽകിയത്. ഏതാണ്ട് കന്യാകുമാരിയിൽ നിന്നും ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് അത് യാത്ര തുടങ്ങിയാൽ 17 റെയിൽവേ സ്റ്റേഷനുകളിൽ പിന്നിട്ടാണ് അത് ചെന്നൈ എഗ്മോറിലെത്തുക. ഈ 17 റെയിൽവേ സ്റ്റേഷനുകളിലും ഈ ട്രെയിനിന് സ്റ്റോപ്പുണ്ട്. ആ റെയിൽവേ സ്റ്റേഷനുകളിൽ ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ ഈ കുട്ടി ഇറങ്ങാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അവിടെ വളരെ വിശദമായി CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുക. അത് എളുപ്പമാണ്. കാരണം ഓരോ റെയിൽവേ സ്റ്റേഷനിലും വളരെ ചുരുങ്ങിയ സമയമാണ് ഈ എക്സ്പ്രസ് സ്റ്റോപ്പ് ഉണ്ടാവുക. ആ സമയത്ത് ഇറങ്ങിയോ അവിടെ നിന്നും യാത്രക്കാർ കടന്നു പോകുന്ന ദൃശ്യങ്ങൾ മാത്രം പരിശോധിച്ച് നോക്കിയാൽ മതി. മറ്റൊന്ന്, ചെന്നൈയിൽ ഇന്ന് അല്പം വൈകി 6:32 രാവിലെ 6:32 എക്സ്പ്രസ് അവിടെ എത്തിയത്. ആ ട്രെയിനിൽ നിന്നും ഇറങ്ങുന്ന യാത്രക്കാരുടെ ദൃശ്യങ്ങൾ വളരെ വിശദമായി പരിശോധിക്കണം. അതിൽ ഈ കുട്ടി ഉണ്ടെങ്കിൽ തന്നെ ഈ കുട്ടി എവിടേക്കാണ് പോയതെന്നുള്ള വിശദമായ പരിശോധനയിലേക്ക് കടക്കണം. അത്ര എളുപ്പമല്ല. എന്തായാലും ചെന്നൈയിലേക്കുള്ള എക്സ്പ്രസ്സിലാണ് യാത്ര ചെയ്തതെന്ന തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അങ്ങോട്ടേക്ക് കേരള പോലീസിൻ്റെ 5-അംഗ സംഘം തിരിച്ചിരിക്കുന്നത്. ഇനി ഈ RPFൻ്റെ പരിശോധന, വിവിധ റെയിൽവേ സ്റ്റേഷനുകളിലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന കൂടി പൂർത്തിയാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കേരള പോലീസിന് കൈമാറുകയും ഒപ്പം തമിഴ്നാട് പോലീസിനും കൈമാറും. ഇന്ന് തമിഴ്നാട് സ്പെഷ്യൽ ബ്രാഞ്ച്, RPF, കേരള പോലീസ് ഇവർ സംയുക്തമായാണ് ഈ പരിശോധനകൾ മുഴുവൻ പൂർത്തിയാക്കിയത്. ഇതേപോലെ തന്നെ സംയുക്തമായുള്ള ഒരു പരിശോധനയാണ് കുട്ടിയെ കണ്ടെത്താൻ വേണ്ടിയും നടത്തുക. നേരത്തെ വിവേക് എക്സ്പ്രസ്സിൽ അസമിലേക്ക് കടന്നോ എന്നടക്കമുള്ള സംശയമുണ്ടായിരുന്നു. കുട്ടി ആ ട്രെയിനിൽ കയറിയോ എന്ന സംശയമുണ്ടായിരുന്നു. അതിനിടയിൽ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും കുട്ടിയെ അപകടപ്പെടുത്തുമോ എന്നടക്കമുള്ള ആശങ്കയുമുണ്ടായിരുന്നു. ഈ ആശങ്ക തൽക്കാലം ഈ വൈകിട്ട് ട്രെയിനിൽ കയറുന്നതുവരെ കുട്ടി സുരക്ഷിതയാണെന്ന് ഉറപ്പുവരുത്താൻ കഴിഞ്ഞു. വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഋഷിപാൽ. ഈ ദൃശ്യവും ഒരർത്ഥത്തിൽ നമുക്ക് ആശ്വാസവും മറ്റൊരർത്ഥത്തിൽ ആശങ്കയും സമ്മാനിക്കുന്നുണ്ട്. ആശ്വാസമാകുന്നത് കുട്ടി വൈകുന്നേരം കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ ആപത്തൊന്നും കൂടാതെ എത്തിയിട്ടുണ്ട് എന്നതാണ്. ആശങ്കയുണ്ടാക്കുന്നത് അവിടെ നിന്നും കുട്ടി ചെന്നൈ എഗ്മൂറിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതേ ട്രെയിനിൽ ചെന്നൈ എഗ്മൂറിലേക്ക് കുട്ടി പോയിട്ടുണ്ടെങ്കിൽ ചെന്നൈ പോലൊരു മഹാനഗരത്തിൽ കുട്ടിയെ എവിടെ നിന്ന് കണ്ടെത്തുമെന്നൊരു വലിയ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. കന്യാകുമാരി പോലെ ആൻറ്റി ട്രാഫിക്കിംഗ് സിസ്റ്റമൊന്നും വളരെ കൃത്യമായിട്ടുള്ള സ്റ്റേഷനുകളല്ല, തുടർന്ന് വരുന്ന സ്റ്റേഷനുകൾ എന്നുള്ളതും ആശങ്കയുണ്ടാക്കുന്നതാണ്. കുട്ടി ഒറ്റയ്ക്കാണ്, കുട്ടിയുടെ കയ്യിൽ പൈസയില്ല.
40 രൂപ മാത്രമാണ് കുട്ടിയുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. അത് തന്നെ കുട്ടി ഒരുപക്ഷെ എന്തെങ്കിലും വാങ്ങി ഭക്ഷിച്ചിട്ടുണ്ടാവാം. കുട്ടി ഒറ്റയ്ക്കാണ് എന്നുള്ളത് ആളുകൾ ശ്രദ്ധിക്കും സ്വാഭാവികമായും. അതുകൊണ്ട് തന്നെ കുട്ടിയെ ചെന്നൈ എഗ്മൂറിലേക്കുള്ള യാത്രാമധ്യേ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ, കുട്ടി സേഫായിട്ട് തന്നെ ചെന്നൈ എഗ്മൂർ റെയിൽവേ സ്റ്റേഷനിലുണ്ടോ എന്നതാണ് അറിയേണ്ടത്. റിപ്പോർട്ടറിൻ്റെ വാർത്താ സംഘവും അല്പസമയത്തിനുള്ളിൽ ചെന്നൈ എഗ്മൂറിലേക്ക് എത്തും. പോലീസും ചെന്നൈ എഗ്മൂറിലേക്ക് തിരിച്ചിട്ടുണ്ട്. പക്ഷേ പോകുന്ന വഴികളിലുള്ള CCTV ദൃശ്യങ്ങൾ വളരെ നിർണായകവുമാണ്. കഴക്കൂട്ടത്തെ വീട്ടിൽ നിന്നും സുനിഷ അയ്യല്ലൂർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സുനിഷ അയ്യല്ലൂർ, നമ്മൾ ഇന്നലെ രാത്രിയിൽ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല, കുട്ടികളുടെ രക്ഷിതാക്കളും ഈ കുട്ടിയെ തിരഞ്ഞുള്ള പോലീസും നമ്മളുടെ വാർത്താ സംഘവും. നമ്മൾ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന തെരച്ചിലിനൊടുവിൽ ഏറ്റവും നിർണായകമായ വിവരം ആണ് ഇപ്പോൾ പുറത്തുവിടുന്നത്. കുടുംബത്തെ ഈ വിവരം അറിയിച്ചിട്ടുണ്ടാകുമല്ലോ. കന്യാകുമാരി വരെ ഇന്നലെ വൈകുന്നേരം 4 മണിവരെ കുഞ്ഞ് സുരക്ഷിതയായി ഈ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് എന്ന് ദൃശ്യങ്ങൾ പറയുന്നു എന്നുള്ള വിവരം കുട്ടിയുടെ രക്ഷിതാക്കളെ അറിയിച്ചിട്ടുണ്ടാകുമല്ലോ. മാത്രവുമല്ല, രക്ഷിതാക്കൾ പറയുന്നത് എന്താണ്, ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ, രക്ഷിതാക്കളെ ഈ അന്വേഷണത്തിൻ്റെ വിവരങ്ങളെല്ലാം അതാത് സമയത്ത് ധരിപ്പിക്കുന്നുണ്ടോ സുനിഷ അയ്യല്ലൂർ? അരുൺ ഈ പറഞ്ഞതുപോലെയാണ്, നേരത്തെയൊക്കെ വലിയൊരു പ്രതീക്ഷയിൽ തന്നെയായിരുന്നു, ഇപ്പോഴും അവർ പ്രതീക്ഷയിൽ തന്നെയാണ്. ഇത്ര മണിക്കൂറുകൾ പിന്നിട്ടിട്ടും മകൾ ഉടൻ തന്നെ എത്തുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് കുടുംബം പങ്കുവെക്കുന്നത്. പക്ഷേ ഒപ്പം തന്നെ വലിയൊരു ആശങ്ക കൂടി കുടുംബത്തിനുണ്ട് എന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് പുലർച്ചെ ഒരു ഫോട്ടോ നൽകി കാണിച്ചുകൊണ്ടായിരുന്നു രക്ഷിതാക്കളോട് ചോദിച്ചിരുന്നത്. അപ്പോൾ ഈ മകളാണെന്ന് സ്ഥിരീകരിക്കുകയും അങ്ങനെ പോലീസിൻ്റെ പരിധിക്കകത്ത് തന്നെ കുഞ്ഞുണ്ട് എന്ന് ഇവർ വിശ്വസിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ പിന്നാലെ തന്നെ ഈ ചെന്നൈയിലേക്ക് പോയിട്ടുണ്ട്. അത്തരത്തിലുള്ള വിവരങ്ങൾ കേൾക്കുമ്പോൾ ചെറിയ തോതിൽ ഇവർക്ക് ആശങ്കയുണ്ടാകുന്നു എന്നതാണ്. 2 ദിനരാത്രങ്ങൾ കഴിയുകയായി, അപ്പോഴും കുഞ്ഞിലേക്ക് എത്താൻ കഴിയാത്തത് നിലവിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഒപ്പം തന്നെ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല എന്നത് തന്നെയാണ്. ഉടൻ തന്നെ കുഞ്ഞ് തിരിച്ചെത്തും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബമുള്ളത്. ഏതായാലും ഈ പറഞ്ഞതുപോലെ ഇവർ ആശങ്കയായി പറയുന്നത്, ഒന്ന്, കുഞ്ഞിന് ഈ പറയുന്നത് പോലെ ആസാമിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന ആ സമയത്ത് ആദ്യമായാണ് ട്രെയിനിൽ കയറുന്നത്. അതുകൊണ്ട് തന്നെ മറ്റൊരു ട്രെയിനിൽ ഇങ്ങനെ കയറി പോകുന്ന അത്തരത്തിലുള്ള ഈ പരിചയമൊന്നും തന്നെ കുഞ്ഞിനില്ല. അതൊരു ആശങ്ക ഉയർത്തുന്നുണ്ട്. ഒപ്പം തന്നെ ആസാമി ഭാഷ മാത്രമേ അറിയുകയുള്ളൂ. അത് മറ്റിടങ്ങളിലേക്ക് പോയാൽ എങ്ങനെ ഉപകാരപ്പെടുത്താനാവും, കുഞ്ഞിന് മറ്റുള്ളവരുമായി അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുമോ എന്നൊരു ആശങ്കയുണ്ട്. ഒപ്പം തന്നെ ഈ അമ്മയുടെ പേഴ്സിലുണ്ടായിരുന്ന 50 രൂപ മാത്രമാണ് ആ കുഞ്ഞ് പോകുമ്പോൾ എടുത്തിരുന്നത്. അതിൽ ഈ പറഞ്ഞതുപോലെ 40 രൂപ കണ്ടു എന്നടക്കം പറഞ്ഞിരുന്നു. പക്ഷേ ഈ പണം കൊണ്ട് കുഞ്ഞ് ഈ 2 ദിവസം എന്തെങ്കിലും കഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകുമോ, അത്തരത്തിലുള്ള ആശങ്കയും ഏതായാലും കുടുംബത്തിനുണ്ട് എന്നതാണ്. ഒപ്പം തന്നെ ആസാമിലേക്ക് പോകാനുള്ളൊരു സാധ്യത നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ അതും ഇവർ തള്ളിക്കളയുന്നില്ല എന്നതാണ്. കാരണം ഈ ആസാമിലേക്ക് നേരത്തെ തന്നെ ഈ പറഞ്ഞതുപോലെ 1 മാസത്തിൽ താഴെ മാത്രമേ കുഞ്ഞ് ഇവിടെ വന്നിട്ടായിട്ടുള്ളൂ എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ചുറ്റുവട്ടമൊക്കെ കുഞ്ഞ് പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ. അമ്മ വഴക്ക് പറയുമ്പോൾ പോലും ഒരുപക്ഷെ ആസാമിലേക്ക് പോകാനുള്ള ആഗ്രഹം, അല്ലെങ്കിൽ ആസാമിലെ തൻ്റെ കൂട്ടുകാർ, അതൊക്കെ തന്നെ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവിടേക്ക് എത്തുക എന്നൊരു ആഗ്രഹം ഉണ്ടാകും. അങ്ങനെ തപ്പിപ്പിടിച്ചതൊരു പക്ഷേ പോകാനുള്ളൊരു സാധ്യത കൂടി അവർ തള്ളിക്കളയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർ നിലവിൽ ആസാമിലെ കുടുംബാംഗങ്ങളെ വിളിച്ചുകൊണ്ട് ഈ വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തൊക്കെ തന്നെയും ഇവിടെ നിന്ന് വരുന്ന ട്രെയിനുകൾ, മറ്റു ട്രെയിനുകളൊക്കെ തന്നെയും പരിശോധിക്കാൻ ആ കുടുംബാംഗങ്ങൾ അവിടെ നിൽക്കുമെന്ന കാര്യം കൂടി ഏതായാലും ഇവർ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ അരുൺ, പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബമുള്ളത്. പക്ഷേ ആശങ്ക ഉയരുന്നുണ്ട് എന്നതാണ് പലതവണ. ഒരു ഭാഗത്ത് ആശ്വാസവും മറുഭാഗത്ത് ആശങ്കയും ഉണ്ടാകുന്നുണ്ട്. കുഞ്ഞിപ്പോഴും കാണാമറയത്താണ്. ഈ ദൃശ്യങ്ങൾ വലിയ പ്രതീക്ഷയും അതേസമയം തന്നെ ആശങ്കയും സമ്മാനിക്കുന്നത്. കുഞ്ഞ് സുരക്ഷിതമാണ്. കന്യാകുമാരിയിൽ ഇന്നലെ വൈകുന്നേരം 4 മണിവരെ